പോച്ചയുടെ അറസ്റ്റും അമ്പൂക്കായുടെ കരച്ചിലും. പോച്ചയെ ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് ആരെന്ന് ചോദിച്ചാൽ കുഞ്ഞുകുട്ടി പരാധീനങ്ങൾ അടക്കം ഉറപ്പിച്ചു പറയും അത് നടി ഹണി റോസ് ആണെന്ന്. എന്നാൽ നിങ്ങൾക്ക് തെറ്റി. ഇന്ന് പോച്ചയെ വെറുക്കുക മാത്രമല്ല, രണ്ട് കൈയും തലയിൽ വെച്ച് പ്രാകുന്ന ഒരാളുണ്ട് ഇവിടെ. നിങ്ങൾ ആളെ അറിയും, പേര് പറയൂല, ചില ക്ലൂകൾ തരാം. നിലമ്പൂരാണ് വീട്. നിലമ്പൂർ കാണുമ്പോൾ അത്ര താല്പര്യമില്ലെങ്കിലും ആഫ്രിക്കയിലെ കറുത്ത മണ്ണ് കാണുമ്പോൾ പുരികം പൊങ്ങുന്ന പച്ച മനുഷ്യനാണ് ഈ പച്ച മനുഷ്യൻ. മുഖ്യമന്ത്രിയെയും മുഖ്യ ഉപദേഷ്ടാവിനെയും ADGPയെയും അടക്കം പിരിച്ചുവിട്ട് മലദ്വാർ ഗോൾഡ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ചില മനിതരെ പട്ടാഭിഷേകം നടത്തുവാൻ ശ്രമിച്ചു പണി ഇരുന്നു വാങ്ങിയ മനിതനാണ്. തീർന്നില്ല. കഴിഞ്ഞ ദിവസം നിലമ്പൂർ നോർത്ത് വനം ഡിവിഷൻ ഓഫീസ് അടിച്ചു തകർത്ത കേസിൽ ഒന്നാം പ്രതിയായതിനെ തുടർന്ന് മഞ്ചേരി സബ് ജയിലിൽ ഒരു ദിനരാത്രം കഴിച്ചുകൂട്ടിയ വ്യക്തിയുമാണ്. ഇപ്പൊ പൊടി കിട്ടിയ അതെ, അതാണ് പുള്ളി അമ്പൂക്ക. കേരള ചരിത്രത്തിന്റെ താളുകളിൽ നല്ല പച്ച മഷി കൊണ്ട് കോറിയിടേണ്ട പേരാണ് അത്, അമ്പൂക്ക. ഈ ഇനം ഒരുപാടില്ല, ഒരൊറ്റ ഒരെണ്ണം മാത്രമേ ഇനിയുള്ളൂ. ജയിലിൽ നിന്നിറങ്ങി അമ്പൂക്ക നേരെ പാണക്കാട് പോയി തങ്ങളുടെ അനുഗ്രഹം വാങ്ങി. തുടർന്ന് നേരെ തിരുവനന്തപുരത്തേക്ക് വണ്ടി കയറി. ഇവിടെയാണല്ലോ മുടികൾ ഇരിക്കുന്നത്. കാര്യം കാണുവാൻ എല്ലാം പിടിക്കണം എന്നാണല്ലോ ചൊല്ല്. തനിക്ക് ധാർമ്മിക പിന്തുണ നൽകിയ UDF നേതാക്കളായ ചെന്നിത്തല, രമേശ് അവറുകൾ, പിന്നെ മറ്റ് അവറുകളെ ഒക്കെ കണ്ട് തൻ്റെ UDF എൻട്രി അങ്ങ് സ്മൂത്താക്കി കളയാം എന്ന് കരുതി തിരുവനന്തപുരത്ത് എത്തി മാപ്രകളെയെല്ലാം വിളിച്ചപ്പോഴാണ് ഒരുത്തം പോലുമില്ല അമ്പൂക്കായുടെ പുറകെ പോകാൻ ബൈറ്റെടുക്കാൻ. കാരണം തിരുവനന്തപുരം ബീറ്റ് നോക്കുന്ന സുഗ്രീവന്മാർ വരെ പോച്ചയും കൊണ്ട് പോലീസ് വരുന്നത് ചൂടോടെ തത്സമയം കവർ ചെയ്യുവാൻ പോയിരിക്കുകയായിരുന്നു. കാരണം പോച്ചെ എന്ന ഹാഷ്ടാഗിൽ എന്ത് കൊടുത്താലും അത് വൈറലാണ്. ഒരൊറ്റ രാഷ്ട്രീയ നേതാവിൻ്റെ ഐറ്റം കൊടുത്താൽ പോലും പട്ടി പോലും കാണൂല. എന്നാൽ ഇത്തരമൊരു ഐറ്റം കൊടുത്താൽ സംഗതി വൈറൽ. വളരെ റഫർ ചെയ്തും കാമ്പുള്ള കണ്ടന്റും ഒന്നും ഒരുത്തനും വേണ്ട. എന്നാൽ ഇമാതിരി സാധനങ്ങൾ കൊടുത്താൽ അത് വൈറൽ. അൻവറിൻ്റെ വിടുവായ്ത്തരത്തിനും ഇടയ്ക്കൊരു മാർക്കറ്റ് ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോഴതില്ല. വിവാദങ്ങൾ ഉണ്ടാക്കുവാൻ കാലാകാലങ്ങളിൽ മാധ്യമങ്ങൾ ഓരോരോ വാപോയ കോടാലികളെ സൃഷ്ടിക്കാറുണ്ട്. ഉദാഹരണത്തിന് PC ജോർജ്, പിന്നെ PV അൻവർ. കുറെ കഴിയുമ്പോൾ ഇവരെയൊക്കെ നാട്ടുകാർക്ക് ജടിക്കും, മാധ്യമങ്ങൾക്കും ഫീൽഡ് ഔട്ട് ആകും. അപ്പോൾ പുതിയ കോടാലികൾ രംഗപ്രവേശം ചെയ്യുകയും ചെയ്യും. ഇന്നലെ അതിരാവിലെ മുതൽ സകലമാന മാധ്യമങ്ങളും പോച്ചെ വിഷയത്തിൽ വ്യാപൃതരായിരുന്നു. ഇന്നലെ സംസ്ഥാന സ്കൂൾ കലോത്സവ സമാപന ദിനത്തിൽ യങ് സെൻസേഷനുകളായ ടൊമിനോ തോമസും ആസിഫ് അലിയും ഒക്കെ വന്നിട്ടും ആരും ഗൗനിച്ചില്ല. തൃശൂർ ഗപ്പടിച്ചതും ആരും ശ്രദ്ധിച്ചതേയില്ല. എല്ലാവരും കാത്തിരുന്നത് പോച്ചയുടെ അറസ്റ്റ് ലൈവായി കാണാനും പിന്നെ പോച്ചയുടെ ഏത് കോൺകർ ദ വേൾഡ് വിത്ത് ലവ് കാണാനുമായിരുന്നു. നിലമ്പൂർ ഗുണ്ടായുസുമായി ബന്ധപ്പെട്ട് തനിക്ക് കിട്ടിയ ആ മീഡിയ മൈലേജ് നിലനിർത്തി ഒരു 2 ദിവസം കൂടി ഒരു ഇളക്കിളക്കിയാൽ കോൺഗ്രസ് എൻട്രി സുഗമമാകും എന്ന് അൻവർ കാക്ക കരുതിയിരിക്കുമ്പോഴാണ് ആ പോച്ച സകലതും സ്നാച്ച് ചെയ്തത്. ഞാൻ കേരളം മൊത്തത്തിൽ അങ്ങ് എടുക്കുകയാണ് എന്ന് പറയുന്ന പോലാണ് പോച്ച കേരളത്തെ മൊത്തം അങ്ങ് എടുത്തത്. ഗോപി തൃശ്ശൂർ എടുത്ത പോലെ ആയിരുന്നില്ല പോച്ച കേരളം മൊത്തത്തിൽ തൂക്കിയെടുത്തത്. ഇനി സ്കൂൾ കലോത്സവ വേദിയിൽ പോയിട്ട് യാതൊരു കാര്യവുമില്ല എന്ന് മനസ്സിലാക്കിയിട്ടായിരിക്കാം മുഖ്യനും ആ വഴി പോകാതെ പ്രതിപക്ഷ നേതാവ് VD സതീശന് ആ അവസരം വിട്ടുകൊടുത്തത്. പോച്ചയുടെ അറസ്റ്റ് സർക്കാരിനെയും ചില്ലറയൊന്നുമല്ല സഹായിച്ചത്. അൻവർ ഉണ്ടാക്കുന്ന പുകിൽ, പെരിയ കൊലക്കേസിലെ പ്രതികളുടെ ശിക്ഷ റദ്ദ് ചെയ്യൽ, അങ്ങനെ പല മാരക വിഷയങ്ങളും ഈ വിഷയത്തിൽ, പോച്ച വിഷയത്തിൽ മുങ്ങിപ്പോയി. സർക്കാരിന് ആശ്വാസവുമായി. ഇന്നലെ രാത്രി 12 മണി വരെയും ചാനലിൽ സിംഗങ്ങൾ പോച്ചയെ കിടന്ന് വലിച്ചു കീറിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ ഇത്രയും ആവേശം ഒരു മാപ്രയ്ക്കുമില്ലായിരുന്നു. യുവനടി ഓടുന്ന വാഹനത്തിൽ പീഡിപ്പിക്കപ്പെട്ടപ്പോൾ ആർക്കും ഇത്രയും ആവേശമില്ലായിരുന്നു. ജനപ്രതിനിധികളായ വിടന്മാരുടെ ലൈംഗികാതിക്രമങ്ങൾ പുറത്തു വന്നപ്പോഴും ഇത്രയും പുകിലില്ലായിരുന്നു. പക്ഷേ പോച്ചയെ നമുക്ക് തൂക്കിക്കൊല്ലണം എന്നാണ് പലരുടെയും ആവശ്യം. ഇവിടെ നവകേരള സൃഷ്ടിക്കായി നവകേരള സദസ്സ് സംഘടിപ്പിച്ചാലും ലോക കേരള സഭ കൂടിയാലും ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റ് നടന്നാലും അവസാനം നമ്മുടെ മുഖ്യ അജണ്ടകൾ കള്ളയത്തിൽ വന്ന് അവസാനിക്കും എന്ന് പറയുന്നത് പോലെ വലിയ വലിയ വിവാദങ്ങളെല്ലാം ഒടുവിൽ വന്ന് ഡിക്കിയിലിടിച്ച് നിൽക്കും. അതാണ് ഇവിടെ പതിവ്. ചന്ദ്രികയിൽ അലിയുന്നു ചന്ദ്രകാന്തം. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.
നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.